പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 1-ാം തീയതി, ഒരു മാസം തുടങ്ങി കേട്ടോ. കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. സ്വന്തം നിയോഗം പറയണേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് പരീക്ഷക്കാരെ, അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, പരീക്ഷ ചില വിഷയങ്ങൾ പാടുള്ളവരെ, രോഗിയായത് കാരണവും മരുന്ന് എടുക്കുന്നത് കാരണവും ചില ക്ലാസ്സുകൾ പോകാൻ പറ്റാതെ കണക്ഷൻ വിട്ടുപോയ മക്കളുണ്ട്. അവർക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ പരീക്ഷ പേടിയാണ് അവർക്ക്. കർത്താവ്, അങ്ങനെയുള്ളവർക്ക് കർത്താവ് അവരുടെ മെരിറ്റിലല്ലാതെ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്നുള്ള ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയപരിപാടിയുടെ ഭാഗമായി, രക്ഷാകര നയപരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു ഔദാര്യം കർത്താവേ, ആനുകൂല്യം കർത്താവേ, തീരെ അവശതയുള്ളവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിലാണ് അവരുടെ ആത്മവിശ്വാസം, അങ്ങയിലാണ് അവരുടെ സമാധാനം. ക്രിസ്തുവിലാണ് നമ്മുടെ സമാധാനം. ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് സംഘർഷമുണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവ സമാധാനം കൽപ്പിച്ച് അനുഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് ഞങ്ങൾ അപ്പോസ്തലന്മാരെ പോലെ വിശ്വസിക്കുകയും അപ്പോസ്തലന്മാരെ പോലെ ആ സമാധാനം അഭിലഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിലെ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം അരുള എന്നറിയിച്ചത് കർത്താവേ,
നിന്റെ സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ പിടികൊള്ളുന്ന അളിച്ചത് കർത്താവെ. നിന്നെ സ്വീകരിക്കാനും നിന്റെ വചനനുസരിച്ച് ജീവിക്കുവാനും കർത്താവ് ഉടമ്പടി പ്രകാരം മുന്നേറുവാനും അങ്ങനെ സമാധാനത്തിന് അർഹമാകുവാനും അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്റെ നാമത്തിൽ എല്ലാവർക്കും ആ സമാധാനം ആശംസിക്കുന്നു. രോഗികൾക്ക് സമാധാനം ആശംസിക്കുന്നു. സൗഖ്യമായി സമാധാനം അനുഭവിക്കാനും അതിനെ അതിജീവിക്കാനുള്ള ക്രിസ്തീയമായ ശക്തിയുടെ സമാധാനം അനുഭവിക്കുക ഇടയാകണം പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കങ്ങളിലെ, ഞെരുക്കങ്ങളിലെ, പല ഭീഷണികളിലെ, സങ്കടങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ 39 വർഷം അർപ്പിച്ച കൃപാന യോഗ്യതയാൽ സമാധാനം ആശംസിക്കുന്നു. സമാധാനം അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തെ ഭരിക്കട്ടെ, നിൻ്റെ ഹൃദയത്തെ ഭരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് വിഷമിക്കുന്നത്, ഏത് വ്യക്തിയെക്കുറിച്ചാണോ നീ ഇന്ന് വിഷമിക്കണത്, ആ വ്യക്തി നിനക്ക് അനുകൂലമായി മാറട്ടെ. ദാവീദിന് എങ്ങനെയാണ് സാവൂൾ അനുകൂലമായി മാറിയത്, അതുപോലെ ദൈവം നിൻ്റെ സാഹചര്യത്തെ നിനക്ക് അനുകൂലമാക്കി മാറ്റട്ടെ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഇപ്പോഴും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. കൃപാസനത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 24 മണിക്കൂറും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം നിനക്ക് ലഭിക്കട്ടെ. നിൻ്റെ കഴിവോ നിൻ്റെ ശേഷിയോ നിൻ്റെ പണബലമോ നിനക്ക് എല്ലാം നിന്നെ കൈവിട്ട് കളയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി നിന്നെ ആവശ്യിക്കട്ടെ. നീ ഏത് വിഷയത്തിന് വേണ്ടിയാണോ വിഷമിക്കുന്നത്, ജീവിതത്തിൻ്റെ ഏത് പ്രയാസകരമായ അവസ്ഥയാണോ നിന്നെ ചുഴഞ്ഞു നിൽക്കുന്നത്, ചിലപ്പോൾ കുടുംബപരമാകാം, ചിലപ്പോൾ സാമൂഹികമാകാം, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപിശകളാകാം, വഴക്കുകളാകാം, അങ്ങോട്ട് ഒരാളെ കണ്ടുകൂടാത്തൊരവസ്ഥയാകാം. ആ എല്ലാ മേഖലകളിലേക്കും കർത്താവേ നിൻ്റെ കരുണയാ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അന്ന് അരിച്ചിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പല പേടികളുണ്ട് കർത്താവ്, പല പേടിയുണ്ട്. ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട്, വ്യക്തികളെ പേടിക്കുന്നവരുണ്ട്, വിഷയത്തെ പേടിക്കുന്നവരുണ്ട്, ചില തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുന്നവർക്ക് തീയതികളെ ഒന്നിനെയും പേടിക്കേണ്ടെന്ന് കരുതി നീ പറഞ്ഞിട്ടുണ്ട്. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി അളിച്ച കർത്താവേ. നിന്നെ മാത്രം പേടിച്ച് ബാക്കി എല്ലാത്തിനും നേരിടാനുള്ള സുവിശേഷത്തിൻ്റെ ആപ്പോസ്തികമായ കരുത്ത് അങ്ങനെ മക്കൾ ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുവാമേ. എൻ്റെ പ്രിയോടെ, നമുക്ക് മത്തായിയുടെ സുവിശേഷം 17:17 വായിക്കാം ഇന്നത്തെ സന്ദേശമായിട്ട്. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. അതായത് രസം എന്ന് വെച്ചാൽ ഇത് ഈശോ അപ്പോസ്തലന്മാരെ ഫൽസിക്കുന്നതാണ്. ഇവരൊരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ വേണ്ടി അവിടെ അപസ്മാരയുടെ അപ്പൻ ഇവരുടെ അടുത്ത് കൊണ്ടുവരും, അപ്പോസ്തലന്മാരുടെ അടുത്ത് കൊണ്ടുവരും. ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സുഖപ്പെടുന്നില്ല. അപ്പം സീൻ വളരെ കോന്ത്രയാവും. അപ്പോൾ ഉടനെ അയാൾക്ക് ആ ഉണ്ടായ വിശ്വാസം പോകും. ആർക്ക്? ഈ അപസ്മാര രോഗിനെ ചോദിച്ചുകൊണ്ട് വന്ന അപ്പനില്ല, അയാൾ വർഷങ്ങളായിട്ട് അനുഭവിക്കണ. അയാൾ പറയുന്നുണ്ട് ശൈശവം മുതൽ ഇത് തന്നെയാണ് അവസ്ഥയെന്ന്. ഈ കുഞ്ഞിൻ്റെ കൂടെ ജീവിതം ഇങ്ങനെ അടപ്പിൻ്റെ അകത്ത് വിറക് വെച്ചിരിക്കണ പോലെ വെച്ചിരിക്കുകയാണ്. അല്ലാത്ത ആ മനുഷ്യൻ്റെ ഒരു ആശ്രയമായിരുന്നു ഈ അപ്പോസ്തലന്മാർ. പക്ഷേ സംഗതി പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ പാളിച്ചകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് അയാൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് പാളിച്ചകളൊക്കെ ഉണ്ട്, പക്ഷെ അത് പാളിച്ചകൾ പറയണം. അയാളുടെ പ്രാർത്ഥനയിലുണ്ട്. അയാൾ പറയണത്, നിനക്ക് വല്ലതും ചെയ്യാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയും. അപ്പോൾ കാര്യം ആദ്യത്തെ ചെയ്ത്തൊക്കെ പരാജയപ്പെട്ടല്ല, അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിനോട് ചോദിക്കേണ്ടത്. കേൾക്കുമ്പോൾ ഒരു അനാദരവോടൊക്കെ തോന്നുമെങ്കിലും അയാളുടെ അനുഭവം ദൈവത്തിന് അതൊക്കെ മനസ്സിലാകും. മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ ചില സമയത്തൊക്കെ ഒരു ഡാമേജ് പ്രയറൊക്കെ ഉണ്ടാകുകയും ഇതൊരു ഡാമേജ് പ്രയറാണ് ശരിക്കും. പക്ഷെ കർത്താവ് അത് സംയമനത്തെടുക്കും. എന്താ കാര്യം? അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ സെറ്റ് പ്രയർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണവുമുണ്ട് ദോഷവും ഉണ്ട്. പക്ഷേ സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? അത് ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസാണ്. ഇയാളുടെ എക്സ്പ്രഷൻസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. അതാണ് ഒരു പ്രാർത്ഥന.
വലിയ വിശ്വാസമൊന്നുമില്ല. എന്നിട്ട് പുള്ളി അത് പുള്ളി തുറന്നു പറയുകയും ചെയ്യും, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയും പുള്ളി. അതിനും പുള്ളി ജാമ്യം എടുക്കുന്നുണ്ട്. പാവപ്പെട്ടവൻ്റെ ഭയങ്കര സിൻസിയർ പ്രെയറാണ്. അതുകൊണ്ട് കർത്താവ് ചോദിക്കും, അവന് അവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസത്തെ ഈശോ അഡ്രസ്സ് ചെയ്യും. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നതിന് എല്ലാം സാധിക്കും എന്ന് പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും, കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം. ഐ ആം സോ ഹെൽപ്ലെസ് അബൌട്ട് മൈ സ്റ്റേറ്റ് ഓഫ് മൈ ഫെയ്ത്ത്. അതായത് എൻ്റെ ഫെയ്ത്ത് സ്റ്റേറ്റിലെ ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിൽ ഐ ആം സോ കൺഫ്യൂസ്ഡ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ ദൈവത്തോട് പറയണം, എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ വരണേ പറ്റണില്ല എന്നാണ്. എന്താണ് എനിക്ക് അവിശ്വാസം ഉണ്ട് എന്നാണ് പറയണത്. എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കും. എനിക്ക് തോന്നുന്നു സുവിശേഷത്തിൽ ബെസ്റ്റ് പ്രെയർ ഇതാണെന്ന് തോന്നുന്നു. വെച്ചാൽ എക്സ്പ്രഷൻ, പ്രെയർ എന്നല്ല, പ്രെയർ എക്സ്പ്രഷൻസ്. അപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യണ്ടേ, വലിയ പാടല്ലേ. അപ്പോൾ കർത്താവ് അയാളോട് സൗമ്യമായി പെരുമാറിയിട്ടും അപ്പോസ്തലന്മാരോട് പറയും, ഞാനില്ലാത്തൊരു കാലം വരും. അതാണ്, ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് അത് നിസ്സാര സഭയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയ്ക്ക് എല്ലാം സഭയാണെന്ന് പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവമുണ്ട്. കർത്താവ് ഇല്ലാത്ത ഒരു സഭയുണ്ട്. ഞാൻ ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എന്നുവെച്ചാൽ കർത്താവ് ഉണ്ടാകുകയെ, പക്ഷെ നമുക്ക് അനുഭവവേദ്യമായിരിക്കത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഭൂമിയുടെ സൂര്യനുണ്ടല്ലോ, പക്ഷെ മറുപറയാണ്. അപ്പോഴും നമ്മൾ ഇരുട്ടെന്ന് അതിനെ വിളിക്കണത്. പക്ഷേ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ ഇരുന്നില്ല, പക്ഷേ മറുപുറമായിരിക്കും. ഞാൻ ഇല്ലാത്തൊരു കാലം. ജെറമിയ 23 നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 23 ഞാൻ വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കണം. എന്തൊരു രസമാക്കി കേൾക്കാൻ. കാര്യം നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോഴേ ഈശോ ഈ അപ്പോസ്തലന്മാരോട് പറയണത്, ഈശോയ്ക്ക് ഞാനില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞില്ലേ, അത് പുതിയ ടെർമിനോളജി ഉപയോഗിക്കാൻ തുടങ്ങിയാണ് ആള്. അത് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. താബോർ മലയിൽ എന്താണ് നടന്നത്, പിതാവും ഈശോയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ്, ഒരു റിലീഫ് പുറത്തേക്ക് വരികയാണ്. എന്താണ്, നീ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഞാനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് തന്നെയാണ് താബോറിൽ ഈശോ തേങ്ങിയത് ശരിക്കും. കാര്യം അതുക്ക് മുമ്പ് ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് 1-ാം പീഡാനുഭവം പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ ശത്രുക്കളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോഴും പീഡാനുഭവത്തിന് ഈശോയെ ശരിക്കും ഹോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പിതാവ് ഈശോയെ പറഞ്ഞത് മേ ബി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അതിന് ഏലിയയെ കാണിച്ചു, പിന്നെ മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ പീഡാനുഭവത്തെക്കുറിച്ച് ഓവറായിട്ട് ടെൻഷനാകണ്ട, ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ഈ പിതാവ് എന്ത് രസമാണെന്നറിയാമോ? പിതാവാണ് പിതാവ്. ഞാൻ ഈശ്വരനെ പ്രവർക്കും. പിതാവ് ഈശോയുടെ ഏറ്റവും വലിയ വിജയം പിതാവിനെ വെളിപ്പെടുത്തിയതാണ്. പിതാവ് പറയും, എപ്പോഴും നീ മനുഷ്യനായ സമ്പൂർണ്ണ മനുഷ്യനായും കൂടി ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ അങ്കലാപ്പുള്ളത്. പക്ഷേ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ റിസറക്ഷൻ. എന്നിട്ട് റിസറക്ഷൻ 2 കക്ഷികൾ അവതരിപ്പിക്കും. പണ്ട് മരിച്ചുപോയ ഏലിയായെയും മരിച്ചുപോയ എടുക്കപ്പെട്ടവരായി ഇവരെ 2 പേരും, ഏലിയായും മോസസിനെയും. എന്ന് പറയും, പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്തോളാൻ പറയും. നീ ഇപ്പോൾ ആംഗ്വിഷായിരിക്കേണ്ട കാര്യം നിൻ്റെ പ്രയോറിറ്റി, നീ ഓവർ ഇമ്പോർട്ടൻസ് പീഡാനുഭവത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജസ്റ്റ് ചേഞ്ച് യുവർ പ്രയോറിറ്റി. നീ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയും. അതുകൊണ്ടാണ് 2-ാമത്തെ പീഡാനുഭവ പ്രചോദനം വരേണ്ടി വരുന്നത്. ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും ശിഷ്യന്മാരും ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സത്തയെ കണ്ടെത്തണം. എന്താണ്, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇന്നത്തെ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ അതിനെക്കുറിച്ച് പിന്നീട് പൗലോസും ഈ അപ്പോസ്തല പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തുലനം ചെയ്യും. ഈ ഭൂമിയിൽ നമുക്ക് തുലനം ചെയ്യാൻ ഒന്നേ ഉള്ളൂ. പരസ്പരം തുലനം ചെയ്യുന്നൊരു വിഡ്ഢികളാണെന്ന് പറഞ്ഞ് സുവിശേഷം പറയും. തുലനം ചെയ്യണം, ചെയ്യേണ്ടത് ചെയ്യണം. എന്താണ് തുലനം ചെയ്യേണ്ടത്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അതായത് ഇത് താബോറിന്റെ സ്പിരിറ്റാണ്, സ്പിരിറ്റ് ഓഫ് താബോർ. താബോറിൽ നടക്കുന്നത് ട്രാൻസ്ഫിഗറേഷനേക്കാൾ ഉപരി ട്രീറ്റ്മെന്റ് ആണ്. ഞാൻ അതിനങ്ങനെ വിളിക്കുന്നത് താബോർ ട്രീറ്റ്മെന്റ് ഇൻ താബോർ. ഞാൻ നല്ല ചികിത്സ കിട്ടി ഈശോയ്ക്ക് അവിടെ. ഈ ഏലിയാവിനെയും കാണിച്ചു കൊടുത്ത്, മോസസിനെയും കാണിച്ചു കൊടുത്തു, ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ കട്ടകൾ നീ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കേണ്ടത്, പീഡാനുഭവത്തെക്കുറിച്ച് മറ്റത്തെക്കുറിച്ച്. അപ്പോൾ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഇറ്റേണൽ ലൈഫ്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഓപ്ഷനാണ്, ഫണ്ടമെൻ്റൽ ഓപ്ഷൻ. എന്താണത്? ഉത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുക, സഹനങ്ങളെ അതിജീവിക്കുക. പ്രൈസ് ദി ലോർഡ്.